പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് എന്നുള്ള നിർണായകമായ ഒരു വിവരം പുറത്തു വരും. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം. പോലീസ് ഈ കേന്ദ്രസേനയുടെ അടക്കം വലിയ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ടാണ് ഈ നടപടി എന്ന് വേണം കരുതാൻ. 12 ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പിണറായി വിജയന്റെ വീട്ടിലും ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് എന്നുള്ള അതിനിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്കായി നൽകാനുള്ളത്. പിണറായി വിജയന്റെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ. നമുക്കറിയാം പിണറായി വിജയന്റെ മകളടക്കം ഈ കേസിൽ എക്സാലോജിക്കിന്റെ കേസിൽ പ്രതികളാണ്. അനധികൃതമായി പണം കൈപ്പറ്റി എന്നുള്ള വിവരത്തിൽ ചില കേസുകളും കോടതി നടപടികളും ഇവിടെ നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ഡൽഹി കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തുടരുന്നുണ്ട്. BJP നേതാവ് കൂടിയായ ഷോൺ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം നടത്തുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ വിവരം പുറത്തു വരുന്നത്. പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ്. ഇത് അത്ഭുതകരമാണ്. കാരണം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനം മാറി പ്രതിപക്ഷ നേതാവായ നേതാവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ED റെയ്ഡ് നടക്കുന്നത് എന്നുള്ളതും പരമപ്രധാനമാണ്. അമ്പയെ തിരിച്ചടി ഏറ്റ CPMന് മറ്റൊരു തരത്തിൽ ഈ വിഷയത്തെ സമീപിക്കേണ്ടി വരും എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് എന്ന അതിനിർണായകമായ വിവരമാണ് പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. VV അരുൺ അല്പസമയത്തിനകം ചേരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നിർണായകമായ നീക്കം EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മാസപ്പടി കേസിലാണ് ED ഈ പരിശോധന നടത്തുന്നത് എന്നുള്ള വിവരങ്ങൾ വ്യക്തമാക്കുക. അരുൺ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ എവിടെ പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവ് ആയ ശേഷം എടുത്ത വാടക വീട്ടിലാണോ, അവിടെയാണോ റെയ്ഡ് നടക്കുന്നത്? തീർച്ചയായിട്ടും പിണറായിലെ വീട്ടിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ അദ്ദേഹം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് താമസം മാറിയ വാടക വീട്ടിലും അവിടെയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ഉദ്യോഗസ്ഥരെ കാണാം. ഇതാണ് അദ്ദേഹത്തിന്റെ വീട്. അവിടെ കേന്ദ്രസേന അടക്കമുള്ളവരുടെ സംരക്ഷണയിലാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. അദ്ദേഹം പിണറായി വിജയൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ, വിവരങ്ങൾ അത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടാണ്. വീണ വിജയനെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇതിലെ കോടതി അതിൽ EDക്ക് അന്വേഷണം തുടരാം എന്ന ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരേ സമയം 12 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നേരത്തെ പല കേസുകളിലും അത്തരം വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. തീർത്തും പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരവും. വീണ വിജയനുമായി ബന്ധപ്പെട്ട ആരോപണത്തിലാണ് എന്നുള്ളതാണ്. ഇതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ ED കേന്ദ്രങ്ങളിൽ നിന്ന് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്താണ് കൃത്യമായ സംഭവമെന്ന അദ്ദേഹത്തിന്റെ പിണറായി വിജയനെ അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ ഇതിനകം അന്വേഷണ സംഘം ബോധ്യപ്പെടുത്തിയിരിക്കണം. അതിനപ്പുറത്തേക്ക് നമുക്കിതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളൊന്നുമില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ഒരുപക്ഷെ കൊച്ചി ഓഫീസിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, പൂർണ്ണ വിവരങ്ങൾ ലഭ്യമായേക്കാം. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അത് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട പരിശോധന അന്വേഷണത്തിന്റെ ഭാഗമായുള്ള റെയ്ഡ് എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം പിണറായിക്കൊപ്പം തന്നെയാണ് മകൾ വീണയും ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ടാകാം ഒരുപക്ഷെ ഇവിടേക്ക് അന്വേഷണം വന്നത്. അതല്ലാതെ മറ്റേതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട പരിശോധനയാണോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയൊന്നുമില്ല. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ ഇതിനുള്ളിലുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് മറ്റു വിവരങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. സ്വാഭാവികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് CMRLന്റെ ഓഫീസും റെയ്ഡുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മാസപ്പടി കേസായി ബന്ധപ്പെട്ട് തന്നെയാകാം എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത്. CMRLന്റെ ഓഫീസിലും റെയ്ഡ് നടക്കുന്നുണ്ട്. 10 ഇടങ്ങളിലാണ് പരിശോധന. കണ്ണൂരിലെ വീട്ടിലും റെയ്ഡ് നടക്കുന്നു. CMRL എക്സാലോജിക് ഇടപാടിൽ തുടരന്വേഷണമാകാമെന്ന് ഇന്നലെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ പരിശോധന. പിണറായി വിജയൻ ഇവിടെ തന്നെ വീട്ടിൽ തന്നെയുണ്ട്. നമുക്കറിയാം ഇന്നലെയും സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നയത്തിനെതിരേക്ക് ഒരു വിമർശനവുമായി CPM മുന്നോട്ട് വന്നിരുന്നു. ആ CPMനെ ഒന്നുകൂടി പ്രതിരോധത്തിലാക്കുന്ന, കുഴപ്പത്തിലാക്കുന്ന ഒരു നടപടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും പിണറായി വിജയന്റെ വസതികളിലേക്ക് അടക്കം റെയ്ഡ് പോകുമ്പോൾ അത് CPMനുണ്ടാക്കാൻ പോകുന്ന തലവേദന ചെറുതല്ല. നേരത്തെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ
കന്റോൺമെന്റ് ക്ലിഫ് ഹൗസിലേക്ക് പരിശോധനകൾ പോകും, അന്വേഷണം ഉണ്ടാകും, അന്വേഷണ ഏജൻസികൾ അവിടെ എത്തുമെന്ന വലിയ സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിലേക്കും അത്തരമൊരു അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം പോയിരുന്നില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കും, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്കൊന്നും അന്വേഷണം പോയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി അല്ലെങ്കിൽ പോലും അദ്ദേഹം താമസിക്കുന്നിടത്തേക്ക് അന്വേഷണം എത്തുകയാണ്. പ്രതിപക്ഷ നേതാവായി പിണറായിയെ തിരഞ്ഞെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു നീക്കം കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത്. സ്വാഭാവികമായും 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രി, അതിശക്തനായിരുന്ന മുഖ്യമന്ത്രി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വീടുകളിൽ കണ്ണൂരെയും തിരുവനന്തപുരത്തെയും വീടുകളിൽ ED റെയ്ഡ് എന്ന് പറയുമ്പോൾ വലിയ തോതിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളടക്കം ഈ വിഷയത്തിൽ മാറിമറിയും. രാഷ്ട്രീയ ആരോപണങ്ങൾ സ്വാഭാവികമായും ഇനിയുള്ള മണിക്കൂറുകളിൽ വന്നേക്കാം. CPM-ന്റെ മറ്റ് ഭാഗത്ത് നിന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിൽ പ്രതിപക്ഷ നേതാവായതിനു ശേഷം പിണറായി വിജയൻ വാടകയ്ക്കെടുത്ത വീടാണ്. ആ വീട്ടിലാണ് ഇപ്പോൾ കേന്ദ്ര സേനയുടെ സഹായത്തോടുകൂടി ED-യുടെ റെയ്ഡ് നടക്കുന്നത്. ഇവിടെയാണ് പിണറായി വിജയന്റെ മകൾ, ആരോപണ വിധേയായ വീണ വിജയനും ഒപ്പം മുഹമ്മദ് റിയാസ്, പിണറായി വിജയന്റെ മരുമകൻ, CPM നേതാവും താമസിക്കുന്നത്. കുടുംബാംഗങ്ങളും ഇവിടെയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന് ഈ പ്രതിപക്ഷ നേതാവായ ശേഷം അദ്ദേഹം ഈ വീട് വാടകയ്ക്കെടുക്കുകയായിരുന്നു. നേരെ കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് ഈ വീട്ടിലേക്കാണ് വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹത്തിന്റെ വാഹനങ്ങളൊക്കെ അവിടെയുണ്ട്. കേന്ദ്ര സേനയുടെ സാന്നിധ്യം ഉണ്ട്. തലസ്ഥാനത്തെ വീട്ടിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CMRL ഓഫീസിലും സമാനമായി തന്നെ റെയ്ഡുകൾ പുരോഗമിക്കുന്നു എന്നതിനെ കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് CMRL എക്സാലോജി കരാറുമായി ബന്ധപ്പെട്ട് മാസപ്പടി കേസിൽ അത് വലിയ വിവാദമായ ഒന്നായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പാർട്ടി പിണറായി പ്രതിരോധത്തിലായ ഒരു സംവിധാനമായിരുന്നു. പക്ഷേ അതിനെയൊക്കെ പലവിധ കാരണങ്ങൾ പറഞ്ഞ് പ്രതിരോധിക്കുകയായിരുന്നു പാർട്ടി നേതാക്കൾ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി കോടതിയിലടക്കം കേസ് നടക്കുന്നുണ്ട്. ഷോൺ ജോർജാണ് പരാതിക്കാരൻ എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വെക്കണം. അങ്ങനെ നോക്കുമ്പോൾ വളരെ നിർണായകമായ നീക്കമാണ് ED-യുടെ ഭാഗത്ത് നിന്ന് എന്നുള്ളത് കൂടി നമ്മൾ കാണണം. അതിലൂടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാകുന്നത് കണ്ണൂരിലെ വീട്ടിലും സമാനമായ റെയ്ഡുണ്ട്. മറ്റ് കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ? CMRL ഓഫീസുമായി ബന്ധപ്പെട്ട് നമുക്ക് വിവരമുണ്ട്. മറ്റെവിടെയെങ്കിലേക്കും ED കയറിയിട്ടുണ്ടോ? 10 പരിശോധന എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്നലെയാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു തീരുമാനമുണ്ടായത്, നിർണായകമായ വിധി ഉണ്ടായത്. മാസപ്പടി കേസിൽ ED-ക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. എക്സാലോജിക് സൊല്യൂഷൻസും CMRL തമ്മിലുള്ള ഇടപാടിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തുടരന്വേഷണമാകാമെന്ന വിധി നൽകിയത്, അവർക്ക് അനുകൂല വിധി നൽകിയത് ഇന്നലെയാണ് ഹൈക്കോടതി. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് കമ്പനിയും ഉദ്യോഗസ്ഥർ സമർപ്പിച്ച ഹർജിയാണ്, അന്വേഷണം തടയണം ആവശ്യപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർ സമർപ്പിച്ച ഹർജിയാണ് ഇന്നലെ ഹൈക്കോടതി തള്ളിയത്. ED അയച്ച സമൻസുകൾ ചോദ്യം ചെയ്തും അന്വേഷണം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു CMRL കോടതിയെ സമീപിച്ചത്. എന്നാൽ അന്വേഷണത്തിൽ ഇടപെടാൻ കോടതി ഇന്നലെ വിസമ്മതിച്ചു. ഇതേ കേസിൽ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കർശന നടപടികൾ നേരത്തെ കോടതി തടഞ്ഞതാണ്. പക്ഷേ ഈ ഉത്തരവോടുകൂടി ആ നീക്കങ്ങളിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കടക്കാം. CMRL MD ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ള പ്രമുഖർക്ക് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് സമൻസ് അയക്കാൻ ED തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായാകാം മുഖ്യമന്ത്രിയുടെ ഈ മാസപ്പടി വാങ്ങി എന്ന ആരോപണം നേരിടുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ബാങ്ക് രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാകാം ഇത്തരം ഒരു പരിശോധന. നേരിട്ട് പിണറായി വിജയനിലേക്ക് ഈ കേസ് ഇപ്പോഴും എത്തിയിട്ടില്ല. അത്തരത്തിൽ പിണറായി വിജയന് എതിരെയല്ല അന്വേഷണം എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമെന്ന് തോന്നുന്നു. പക്ഷേ പിണറായി വിജയന്റെ വീട്ടിലാണ് വീണയും ഉള്ളത്. അത് തന്നെയാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാകാം ഒരുപക്ഷെ ഇവിടെ അന്വേഷണം പിണറായി വിജയനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട വീണയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ഇത്തരം ഒരു പരിശോധന വരാൻ കാരണം അത് തന്നെയാകും. ഏതായാലും ഇതുവരെ ഇതിൽ ഈ റെയ്ഡിൽ CPM നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല. AK സെന്ററിൽ നിന്ന് 1-1.5 കിലോമീറ്റർ മാത്രം അകലെയാണ് CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയൻ താമസിക്കുന്നത്. ഇതിനകം റെയ്ഡ് വന്നിട്ടും അവിടെ നിന്ന് CPM-ന്റെ നേതാക്കളാരും പ്രാദേശിക നേതാക്കൾ പോലും ഇവിടേക്ക് എത്തിയിട്ടില്ല. നേരത്തെ സമാനതകളില്ലാതെ ഒരു പ്രതിരോധം മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ മകൾക്ക് വേണ്ടി വാർത്താക്കുറിപ്പ് ഇറക്കി പ്രതിരോധിച്ച പാർട്ടിയാണ് CPM. അത്തരത്തിൽ ഒരു ഘട്ടത്തിലും
പാർട്ടി നേതാക്കളുടെ കുടുംബാംഗങ്ങൾ കേസിൽപ്പെടുകയോ അത്തരത്തിൽ പ്രശ്നങ്ങൾ പെടുകയോ ചെയ്യുമ്പോൾ ഒരു ഘട്ടത്തിലും CPM അങ്ങനെ ഒരു പ്രതിരോധം തീർത്തിട്ടില്ല. പക്ഷേ നേരത്തെ അങ്ങനെ പ്രതിരോധിച്ച CPM നേതാക്കൾ ആരും ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളോ അല്ലെങ്കിൽ ജില്ലാ നേതാക്കളോ ഒന്നും ഇതുവരെ ഇവിടേക്ക് എത്തിയിട്ടില്ല. സ്വാഭാവികമായും പിണറായി വിജയനെ ഉദ്ദേശിച്ചുള്ള കേസാകില്ല എന്നതുകൊണ്ടാകാം അത്തരത്തിൽ CPM ഒരു പ്രവർത്തകരോ നേതാക്കളോ ഇവിടേക്ക് എത്താത്തത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണമാകാം. അതുകൊണ്ടാകാം CPM അത്തരമൊരു പ്രതിരോധം തീർക്കാൻ എത്താത്തത്. ഏതായാലും നേതാക്കൾ വൈകാതെ എത്താൻ തന്നെയാണ് സാധ്യത. കാരണം CPM ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, പൊളിറ്റ് ബ്യൂറോ അംഗമാണ്, പ്രതിപക്ഷ നേതാവാണ്. അത്തരമൊരു നേതാവിന്റെ വീട്ടിൽ ഇത്തരമൊരു അന്വേഷണം, കേന്ദ്ര ഏജൻസികൾ അന്വേഷണം എത്തുമ്പോൾ അത് ഒരു രാഷ്ട്രീയ പകപോക്കലായി തന്നെ കാണുമ്പോൾ അതിനപ്പുറത്തേക്ക് ഇത്തരം കേസുകളിൽ നേരത്തെയൊക്കെ സ്വീകരിച്ച പോലെ നിലപാടിലേക്ക് CPM പോകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും അദ്ദേഹം ഇവിടെ ഉണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇവിടെ വസതിയിലുണ്ട്. അദ്ദേഹം ഉള്ളപ്പോൾ തന്നെയാണ് ഇത്തരമൊരു അന്വേഷണം നടക്കുന്നത്. രാവിലെ ഒരു 6:30 മണിയോട് കൂടിയാണ് അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് എത്തിയത്. അവിടെ നിന്ന് ഇവിടെ നേരിട്ട് പിണറായിയുടെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഉദ്യോഗസ്ഥർ ഇപ്പോൾ അകത്തുണ്ട്. പുറത്ത് കേന്ദ്രസേനയുടെ കാവലുമുണ്ട്. കേരള പോലീസിനെ അറിയിക്കാതെയാണ് ഇത്തരം നീക്കമെന്നത് കൂടി ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം, പലപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളുടെ സംസ്ഥാന നീക്കങ്ങൾ ആ രീതിയിലാണ്. സംസ്ഥാന പോലീസിനെ വിവരം അറിയിച്ചല്ല അവർ ഇവിടേക്ക് എത്തുന്നത്. നേരത്തെ അത് ഇടതുപക്ഷം ഭരണത്തിലുള്ളപ്പോഴും അതിനുശേഷവും അത്തരമൊരു നീക്കമല്ല. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ മാത്രമാണ് ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പോലും ഇവിടേക്ക് ഇപ്പോൾ എത്തുന്നത്. അദ്ദേഹത്തിന്റെ വസതിക്ക് പോലീസിന്റെ കാവലുണ്ട്. അതിനപ്പുറത്തേക്ക് പോലീസിനെയും അറിയിക്കാതെ ഒരു നീക്കമാണ് കേന്ദ്ര ഏജൻസികൾ നടത്തിയതെന്ന് കാത്തിരുന്ന് കാണണം. ഏതായാലും തോറ്റമ്പിയ പാർട്ടിയുടെ നേതാവിനെ പ്രതിരോധിക്കാൻ എത്തുമോ CPM നേതാക്കൾ എന്നതുകൂടി കാത്തിരുന്ന് കാണണം. നമുക്ക് കേരള പോലീസിന്റെ വാഹനങ്ങളുടെ സാന്നിധ്യവും അവിടെ കാണാം. അതിപ്പോ അവർ ഈ റെയ്ഡ് വിവരം അറിഞ്ഞ് എത്തിയതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അവർക്ക് അങ്ങോട്ടേക്ക് പ്രവേശനവും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. പൂർണ്ണമായും കേന്ദ്ര സേനയുടെ സാന്നിധ്യത്തിൽ തന്നെയാകും റെയ്ഡ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് അവർക്ക് പ്രവേശനം ഉണ്ടാകുന്ന കാര്യം സംശയമാണ്. കേരള പോലീസിന്റെ ഒരു സംഘത്തെയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ പിണറായി വിജയനും കുടുംബവും താമസിക്കുന്ന വാടക വീടാണ്. അത് നേരത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം വാടകയ്ക്കെടുത്ത വീടാണ്. അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. അത്യാവശ്യം വലിയ വീടാണ്. കുടുംബാംഗങ്ങളടക്കം അവിടെയുണ്ട്. പിണറായി വിജയന് ഭാര്യ, ഒപ്പം മകൾ വീണ വിജയനാണ് ഈ വിഷയത്തിൽ ആരോപണ വിധേയയായ ആൾ. വീണ വിജയൻ ഏതാണ്ട് 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശശിധരൻ കർത്ത മാസപ്പടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കേസിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അത് ചില അവിഹിത ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. നമുക്കറിയാം, കരിമണൽ വിഷയത്തിലടക്കം നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യവസായി കൂടിയാണ് കരിമണൽ കർത്ത എന്ന് വിളിക്കുന്ന ശശിധരൻ കർത്ത. അദ്ദേഹത്തിന്റെ ഡയറിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില പേര് വിവരങ്ങൾ ഉണ്ടായിരുന്നതിൽ ഒന്ന് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ എന്ന് തന്നെയായിരുന്നു. അതിൽ വളരെ വ്യക്തമായി തന്നെ എഴുതിയ വിഷയമുണ്ടായിരുന്നു. പക്ഷേ ചില ഈ കോടതിയും മറ്റുമായി ആ കേസിന്റെ അന്വേഷണം എങ്ങനെ നീണ്ടുപോകുന്നതിനെതിരെയും BJP കേന്ദ്ര നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണത്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടി കാര്യങ്ങൾ കടുപ്പിക്കുകയാണോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ അരുൺ പറഞ്ഞ അനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ബേക്കറി ജംഗ്ഷനിലെ ഈ വീട്ടിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വീണ വിജയനെ ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഇത്തരം വിഷയങ്ങൾ പലപ്പോഴും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുമ്പോൾ വളരെ വൈകാരികമായി പ്രതികരിച്ചിരുന്ന ഒരു നേതാവ് കൂടിയാണ് പിണറായി വിജയൻ, മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എന്നുകൂടി മനസ്സിലാക്കണം. അവിടെയാണ് മകളെ ചോദ്യം ചെയ്യുന്ന കാഴ്ച കൂടി അദ്ദേഹത്തിന് കാണേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. തെളിവുകളടക്കം ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ മാത്രമല്ല, 12 ഇടങ്ങളിൽ ഇതടക്കം റെയ്ഡുകൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിണറായിയുടെ കണ്ണൂരിലെ വീട്ടിലും സമാനമായ സാഹചര്യം ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ, കേന്ദ്ര സേനയുടെ ഉദ്യോഗസ്ഥരാണ്. ഇതിപ്പോൾ വണ്ടിയിൽ പാസ് ചെയ്തു പോയത് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്. ഇപ്പോൾ നടപടി നേരിട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്. പിണറായിയുടെ ഗൺമാന്മാരിൽ ഒരാളാണ്, മുൻ ഗൺമാന്മാരിൽ ഒരാളാണ് ഇപ്പോൾ വണ്ടിയിൽ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് അരുണ്, അങ്ങോട്ടേക്ക് ആരെങ്കിലും നേതാക്കളോ ആരെങ്കിലും എത്തുന്നുണ്ടോ? എന്തെങ്കിലും ഇപ്പോൾ കേരള പോലീസിന്റെ സാന്നിധ്യം ഗേറ്റിന് വെളിയിൽ കാണാം. അതിനപ്പുറത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരും കേരള പോലീസിൽ നിന്ന് എത്തിയിട്ടില്ല. ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സുരക്ഷ ഒരുക്കാൻ വന്ന അവരുടെ റെയ്ഡുകൾക്ക് സാധാരണ
സുരക്ഷ ഒരുക്കുന്ന കേന്ദ്രസേനയിലെ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടെ ഉള്ളത്. സാധാരണ പോലെ തന്നെ ഈ സ്വകാര്യ ടാക്സി വാഹനങ്ങളിലാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ പലപ്പോഴും ഇത്തരം പരിശോധനകൾക്ക് എത്തുന്നത്. അവർ അത്തരം വാഹനങ്ങൾ തന്നെയാണ് അവർ ഇപ്പോഴും എത്തിയിട്ടുള്ളത്. വാഹനങ്ങൾ ഇതിന് മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. പോലീസിന്റെ ഇവിടെ ഒരു പട്രോളിംഗ് വാഹനം, ഇവിടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു വാഹനം, ഇവിടെ കേരള പോലീസിന്റെ വാഹനം വന്നതൊഴിച്ചാൽ മറ്റ് ഒരു വാഹനവും അത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടില്ല. പൂർണ്ണമായും കേന്ദ്ര ഏജൻസികളുടെ ഒരു നീക്കമാണത്. തീർത്തും രഹസ്യാത്മകമായ ഒരു നീക്കം. അതുകൊണ്ട് തന്നെയാകാം സംസ്ഥാന പോലീസ് ഇത് അറിയാതെ പോയത്. ഏതായാലും അറിഞ്ഞാൽ പോലും കഴിഞ്ഞ സർക്കാർ ഉള്ളപ്പോഴുള്ള ഒരു അത്തരമൊരു സംരക്ഷണമൊന്നും സ്വാഭാവികമായും ഉണ്ടാകില്ല. ഏതായാലും ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ പുറത്തുണ്ട്. അകത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തുണ്ട്. അകത്ത് പരിശോധന നടക്കുന്നു. പിണറായി വിജയനെ നേരിട്ട് കേസുമായി ബന്ധപ്പെടുത്തുന്ന തെളിവുകളൊന്നും ഇതുവരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെതിരെയാണ് അന്വേഷണമെന്ന നേരിട്ടുള്ള വ്യാഖ്യാനവും നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയില്ല. പക്ഷേ അദ്ദേഹം കൂടിയുള്ള വസതിയിൽ, അദ്ദേഹത്തിന്റെ മകൾ താമസിക്കുന്ന വസതിയിലാണ് ഇപ്പോൾ പരിശോധന. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലാണ് ഈ പരിശോധന നടക്കുന്നത്. പിണറായി വിജയന്റെ മകളുമായി ബന്ധമുള്ള വീടുകൾ അടക്കമുള്ള സ്ഥലങ്ങളിലും അതുപോലെ KMRLന്റെ ഓഫീസിലുമൊക്കെയാണ് പരിശോധന. അതുകൊണ്ട് തന്നെ മാസപ്പടി കേസായിരിക്കാം എന്ന നിഗമനം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പ്രത്യേകിച്ചും ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച അനുകൂല വിധി കൂടി അതിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഒരു ഔദ്യോഗികമായൊരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ അത്തരമൊരു വാർത്താക്കുറിപ്പോ ഒന്നും ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഏതായാലും പിണറായി വിജയൻ വീട്ടിലുള്ളപ്പോൾ തന്നെയാണ് ഈ പരിശോധന നടക്കുന്നതാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഏതായാലും പരിശോധന തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വൈകാതെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും റെയ്ഡുണ്ട്. സ്വാഭാവികമായും വീണ വിജയനുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാം പരിശോധന നടക്കുകയാണ്. അതുകൊണ്ടാകാം CPMന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ബേപ്പൂർ MLA കൂടിയായ മുഹമ്മദ് റിയാസിന്റെ ബേപ്പൂരിലെ വീട്ടിലും റെയ്ഡ് നടക്കുന്നത്. വീണ വിജയനുമായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ അവരുമായി ബന്ധപ്പെട്ട രേഖകൾ പരമാവധി ശേഖരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാകാം ഈ അന്വേഷണം. വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു കേസാണ്. പക്ഷെ അപ്പോഴും അതിൽ അന്വേഷണം ഇത്തരത്തിലൊരു റെയ്ഡിലേക്കൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത് ഉദ്യോഗസ്ഥരെ CMR ഉദ്യോഗസ്ഥരെയൊക്കെ പലപ്പോഴും അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പരിശോധന നടത്തിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വീണ വിജയന്റെ വീട്, അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ വസതികളിലേക്കൊക്കെ ഇത്തരത്തിലൊരു പരിശോധന പോകുന്നത് ഇത് ആദ്യമാണ്. തീർച്ചയായും ഇന്ന് വെളുപ്പിനയോടുകൂടി പരിശോധന ആരംഭിച്ചുവെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പുലർച്ചയോടുകൂടി ED ഉദ്യോഗസ്ഥർ നേരം പുലരും മുൻപ് തന്നെ ED ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി കതക് തട്ടി ഇവരെയൊക്കെ ഉണർത്തി പരിശോധന ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അരുൺ പുറത്തുവിടുന്ന വിവരമനുസരിച്ച് മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും ബേപ്പൂരിലെ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും സമാനമായ റെയ്ഡാണ്. അപ്പോൾ സംശയിക്കേണ്ട കാര്യമില്ല, ഇത് എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള റെയ്ഡാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നേരത്തെ തന്നെ അന്വേഷണത്തിൻ്റെ റഡാറിലാണ്, EDയുടെ റഡാറിലാണ് പിണറായി വിജയനും വീണ വിജയനും മറ്റും ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട നടപടിക്രമത്തിലേക്ക് ED ഉദ്യോഗസ്ഥർ കടക്കുന്നത് എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട നടപടിക്രമമാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അന്വേഷണത്തിൻ്റെ വഴികൾ നമ്മൾ നോക്കിയാൽ നിരവധി ആരോപണ വിധേയമായ ഒരു കേസാണ്. എക്സാലോജിക്ക് CMRL കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ഉയർന്ന ഒരു സംഗതിയാണ്. മുഖ്യമന്ത്രി എന്ന തരത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചാണ് ഈ കാര്യങ്ങൾ വീണ വിജയന് ഒരുപക്ഷെ CMRL ഇടപാടിൽ പങ്കാളിത്തം വന്നത് എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസുകളും മറ്റും പല കോടതികളിൽ നടക്കുന്നുണ്ട്. സ്റ്റേയും മറ്റുമായി കാര്യങ്ങൾ നീണ്ടുപോവുകയായിരുന്നു. നേരത്തെ EDക്ക് ഇടപെടാൻ പരിമിതികൾ നിരവധി ഉണ്ടായിരുന്നു. അത് ഒരു തരത്തിലും കഴിഞ്ഞ ദിവസം വന്ന കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ED ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ വ്യാഖ്യാനിച്ചാൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വീണ വിജയനുമായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ റെയ്ഡുകൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ED അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം ഇന്നലെ CMRLന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. ED അന്വേഷണത്തിനുണ്ടായിരുന്ന സ്റ്റേ ഇതോടെ നീങ്ങുകയായിരുന്നു. CMRL ഉദ്യോഗസ്ഥർ EDക്ക് മുന്നിൽ ഹാജരാകേണ്ട പശ്ചാത്തലമൊക്കെ ഒരുങ്ങി. കൈക്കൂലി, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ സംബന്ധിച്ച് CMRLനെതിരായ ആരോപണങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥയിലുള്ള IT കമ്പനിയായ എക്സാലോജിക് എന്ന സ്ഥാപനത്തിന് CMRL വൻതുക നിയമവിരുദ്ധമായി നൽകി എന്നുള്ളതാണ് പ്രധാന ആരോപണം. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ വരണം. VV അരുൺ അവിടെ തുടരണം. VV അരുണിലേക്ക് വളരെ പെട്ടെന്ന് വരാം. ഏതായാലും ഈ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച നിരവധി ഹർജികൾ വിജിലൻസ് കോടതികളും പിന്നീട് ഹൈക്കോടതിയും തള്ളിയിരുന്നു. അതേസമയം SFIO ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. അങ്ങനെ അതിനിർണായകമായ റെയ്ഡ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വീടുകൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്.